CMI ചിത്രകല പുറക്കാട് ബ്രദറിലൂടെ മാന്നാനം പള്ളിയിലെ സ്ലീവാപാത കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളും അവയുടെ അടിയിൽ എഴുതിയിരിക്കുന്ന ഈടുറ്റ കുഞ്ഞു വാക്യങ്ങളും അങ്ങനെ എത്രയെത്ര ചിത്രങ്ങളാണ് പുറക്കാട് ബ്രദറിൻ്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ളത്. അവയത്രയും അദ്ദേഹം തന്നെ കഷ്ടപ്പെട്ട് വരച്ചിട്ടുള്ളതാണ്. ജീവിത സായാഹ്നത്തിൽ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞപ്പോൾ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, കണ്ണിൻ്റെ കാഴ്ച തീർത്തും മങ്ങി വളരെ ചെറിയ ഒരു ഭാഗത്ത് മാത്രമേ കാഴ്ചയുടെ പ്രകാശം കടക്കുന്നുള്ളൂ. അതിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ ചിത്രം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ ചിത്രം വരയ്ക്കുന്നത് 1987 നേരിട്ട് കാണുവാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ തനതായ ഒരു ചിത്രകലയുടെ ചരിത്രം ലോകത്തിന് നൽകുന്നുണ്ട്. ചിത്രകലയുടെ ബാലപാഠങ്ങൾ, പ്രത്യേകിച്ച് ചിത്രത്തിന് നിറം കൊടുക്കുന്ന പ്രക്രിയ വളരെ ചുരുക്കം ചിലരിൽ മാത്രം അതിൻ്റെ കാര്യങ്ങൾ നിലവിലിരുന്ന ഒരു കാലഘട്ടത്തിൽ മാന്നാനം പ്രസിൻ്റെ മുകൾ തട്ടിൽ ഒരു വലിയ ആർട്ടിസ്റ്റ് വന്ന് താമസിച്ചുകൊണ്ട് ദീപികയിലെ ആദ്യകാല ചിത്രങ്ങൾക്ക് കളർ കൊടുക്കുമ്പോൾ അവയുടെ ടെക്നോളജി എന്താ എന്ന് വളരെ ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് അത് പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കിയ മഹാവ്യക്തിത്വമാണ് പുറക്കാട് CMI. അദ്ദേഹം സഭയിൽ ചേർന്ന അന്ന് മുതൽ അവസാന നിമിഷം വരെയും തന്നെ ദൈവമേൽപ്പിച്ച ചിത്രകലയിലൂടെയുള്ള സുവിശേഷ വേലയ്ക്ക് തന്നെ സമർപ്പിച്ച മഹാവ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങളെക്കുറിച്ചും ചിത്രകലയുടെ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ, അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ മഷി പുരണ്ട് വളരെ നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥയിലെത്തിയിട്ടും തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ നിന്ന പുറക്കാട് ബ്രദർ ജനഹൃദയങ്ങളിൽ നിന്നും അനുസ്മരിപ്പിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുവാനായി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ മൺമറഞ്ഞു പോകാതെ, മാഞ്ഞു പോകാതെ, മങ്ങിപ്പോകാതെ സൂക്ഷിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്ന ഏവരെയും ആദരിക്കുവാനായിട്ടുള്ള ഒരു സംരംഭം നമ്മളിൽ ഉണ്ടാകണമെന്ന് ഞാൻ അറിയാതെ ആശിച്ചു പോവുകയാണ്. കാരണം ഈ കാണുന്ന ചിത്രത്തിൽ തന്നെ നോക്കിയാൽ അത്താഴ മേശയുടെ ചിത്രത്തിന് പിന്നിൽ ഒരു സംഗതി ഒളിഞ്ഞിരിപ്പുണ്ട്. ആദ്യകാല ആശ്രമങ്ങളിൽ, പ്രത്യേകിച്ച് ചെത്തിപ്പുഴ, മാന്നാനം തുടങ്ങിയ ആശ്രമങ്ങളിലെ ഊട്ടുമുറിയിലെ ഊട്ടുമേശ പ്രത്യേകം കോൺക്രീറ്റ് ചെയ്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിന് ഈ ചിത്രത്തിൽ ഈ രൂപവും ഈ ഭാവവും ഈ നിറവുമൊക്കെ ഈ മേശയ്ക്ക് കൊടുക്കുവാനായിട്ട് തോന്നിയത്. വീണ്ടും എത്രയെത്ര ചിന്തിച്ചാലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധമുള്ള അനുഭവരേഖകൾ അനേകരെ പുറക്കാട് ബ്രദറിനെ കുറിച്ച് നൽകും. പക്ഷേ ഒന്ന് ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത് ആ അഭിമുഖം അന്നത്തെ പ്രമുഖ മാസികകളിൽ പ്രസിദ്ധീകരിച്ച ഒരു മഹാവ്യക്തിയുണ്ട്, ഫാദർ ഫ്രാൻസിസ് ഞള്ളമ്പുഴ. മാനന്തവാടി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ ഏതാണ്ട് 50-51 വയസ്സുള്ളപ്പോൾ ആകസ്മികമായി ഉണ്ടായ ഹൃദയാഘാതത്തിൽ ഈ ലോകത്ത് നിന്നും കടന്നുപോയ അദ്ദേഹം പുറക്കാട് ബ്രദറിനെ അറിഞ്ഞു, ബഹുമാനിച്ചു, ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ ചിത്രം അന്നത്തെ സഭയുടെ ഏറ്റവും പഴക്കം ചെന്ന് നിലനിൽക്കുന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ചു. ഇതൊക്കെ ഓർക്കുമ്പോഴാണ്
കാലഘട്ടങ്ങളിലൂടെ നാം അനുസ്മരിക്കേണ്ട വ്യക്തിത്വങ്ങളെ ദൈവം നമ്മെ ഇന്നും ഓർമ്മിപ്പിക്കുന്നു എന്ന സത്യം നാം ആവർത്തിക്കേണ്ടത്. പുറക്കാട് ബ്രദറിൻ്റെ ഈ ചിത്രം, ഇത് ഒന്നാം സ്ഥാനത്തുള്ള ഒരു അന്ത്യ അത്താഴ ചിത്രമെന്ന് ഞാൻ പറയുകയില്ല. കാരണം ഇതിലും പ്രഗത്ഭനായ ഒരു ചിത്രകാരൻ മാന്നാനം ആശ്രമത്തിൽ വന്ന് താമസിച്ച് അദ്ദേഹം വരച്ച ഒരു മഹോന്നതമായ ചിത്രമാണ് നാളിതുവരെയും മാന്നാനം ആശ്രമത്തിൻ്റെ ഊട്ടുമുറിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ആ ചിത്രം വരയ്ക്കുവാൻ വേണ്ടി തന്നെ അന്ന് ലോകപ്രസിദ്ധനായ ആ ചിത്രകാരനെ കൊണ്ടുവരികയും ആ ചിത്രം വരയ്ക്കുകയും ഇന്നും അത് ആശ്രമത്തിൻ്റെ അഭിമാന അടയാളമായി ഊട്ടുമുറിയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഊട്ടുമുറിയിൽ സൂക്ഷിക്കേണ്ട ഈ ചിത്രം അത്താഴ വിരുന്നിൻ്റെ അന്ത്യ അത്താഴ വിരുന്നിൻ്റെ ചിത്രം, ഇതിന്ന് അൾത്താരകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ്. ബ്രൊക്കാർഡ് ബ്രദർ വരച്ച ഈ ചിത്രം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരച്ച അന്ത്യ അത്താഴ ചിത്രം ഇന്ന് ബലിവേദികളിൽ ചർച്ചാ വിഷയമാണ്. യൂദാസിനെയും ഉൾക്കൊണ്ട ക്രിസ്തു, അവനും അപ്പം വിളമ്പിയ ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ മനോഭാവം അതാണ് ലോകത്തെ എന്നും നിലനിൽക്കുന്ന വിട്ടുവീഴ്ചയുടെ, സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സർവോപരി നിത്യജീവൻ്റെ അടയാളമായ ദിവ്യകാരുണ്യത്തിൻ്റെ ഒക്കെ അത്ഭുത ചിത്രം. ഇന്ന് തിരുവോസ്തിയിൽ തെളിയപ്പെട്ട ക്രിസ്തുവിൻ്റെ അത്ഭുത ചിത്രം കാണുവാൻ വേണ്ടി ആയിരങ്ങൾ മലബാറിലേക്ക് ഓടുമ്പോൾ ഇവിടെ മറ്റൊരു ചിത്രം നമ്മുടെ ഹൃദയത്തിൽ വരച്ചിടുന്നു. ബ്രദർ ബ്രൊക്കാർഡ് 1987 വരച്ച അന്ത്യ അത്താഴ ചിത്രം, ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴം ഹൃദയതലങ്ങളിൽ ആലേഖനം ചെയ്യുവാൻ ഈ ചിത്രത്തിൻ്റെ ദർശനം ഏവർക്കും കാരണമാകട്ടെ. ഹൃദയപൂർവ്വം സെഡ്.